സഹകാരി റൈസ് പ്ലസിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കുട്ടികളെ, നമ്മൾ നോക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസൻറ്റ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിരുന്നു, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കിയിരുന്നു. നമ്മൾ ഇന്ന് പഠിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് വളരെ എളുപ്പം നമുക്ക് പ്രസൻറ്റ് പഠിച്ചതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞുപോയ കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിൽ 4 ടെൻസ് നമ്മൾ പഠിക്കണം. സിമ്പിൾ പാസ്റ്റ് പഠിക്കണം, പാസ്റ്റ് കണ്ടിന്യൂസ് പഠിക്കണം, അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ് പഠിക്കണം, അതുപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും പഠിക്കണം. അപ്പോൾ 4ഉം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്രസൻറ്റ് പഠിച്ചതുപോലെ തന്നെ ചെറിയ കോഡുകളൊക്കെ വെച്ചിട്ടാണ് പാസ്റ്റും പഠിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉത്തരങ്ങൾ കിട്ടാനും സഹായിക്കും. അത് നോക്കിയേ, പാസ്റ്റിലെ ആദ്യത്തേതാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്, സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മളൊരു എന്ത് ചെയ്യും, അതിൻ്റെ സെൻറ്റൻസ് മേക്കിംഗ് ഇക്വേഷൻ അല്ലെങ്കിൽ അത് സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിന് ഇക്വേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. നമ്മൾക്ക് ഇത് വെച്ചിട്ട് ഉത്തരവൊന്നും കിട്ടത്തൊന്നുമില്ല, എന്നാലും സെൻറ്റൻസ് ഉണ്ടാക്കാനൊന്ന് പഠിച്ചു വയ്ക്കുക. സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ്. എന്തെന്ന് പഠിക്കുക, സബ്ജക്റ്റ് V2 പ്ലസ് ഒബ്ജക്റ്റ്. ഇനി സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും നമുക്ക് എന്ത് എഴുതാം കുട്ടികളെ, V2 എഴുതാം. കാരണം V2 എന്ന് പറയുന്നത് സിംഗുലാർ ആയിട്ടും പ്ലൂറലായിട്ടും ഉപയോഗിക്കാറുണ്ട്. അല്ല എങ്കിൽ ഈ V2ൻ്റെ എക്സ്പാൻഷൻ രൂപമാണ് ഡിഡ് പ്ലസ് V1 എന്ന് പറയുന്നത്. V2ൻ്റെ എക്സ്പാൻഷനാണ് എന്തെന്ന് പറയുന്നത്, ഡിഡ് പ്ലസ് V1. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെയും പറയാം, സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് എന്നും പറയാം. സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് എന്നും പറയാം. അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് പറഞ്ഞ 2 ഇക്വേഷൻസ് എങ്ങനെയാണ് കുട്ടികളെ, അപ്പോൾ സെൻറ്റൻസ് ഉണ്ടാക്കാനുള്ള ഇക്വേഷനാണ് പറഞ്ഞത്. സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ്, അല്ല എങ്കിലോ സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. നോക്കിയേ, സെൻറ്റൻസ് ചെറിയ 2 സെൻറ്റൻസുകൾ നോക്കിയേ. ഹി വെൻറ്റ് ടു സ്കൂൾ, കണ്ടല്ലോ, വെൻറ്റ് എന്ന് പറയുന്നത് V2 ആണ്, സബ്ജക്റ്റ് ഇവിടെ സിംഗുലാർ ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ദേ ആണെങ്കിലാ, ദേ വെൻറ്റ് ടു സ്കൂൾ, ഇവിടെയും വെൻറ്റ് V2 ആണ്, സബ്ജക്റ്റ് ദേ ആണ്, പ്ലൂറലാണ്. അപ്പോൾ വെൻറ്റ് എന്ന് പറയുന്നത് V2 സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൻ്റെ എന്ത് ചെയ്യുന്നു, സെൻറ്റൻസ് ഉണ്ടാക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ് കുട്ടികളെ, സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ്, അല്ലെങ്കിലോ സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി നമ്മൾ കോഡ് പഠിച്ചേ. ഇനി അടുത്ത് ദേ ഡിഡ് സോൾവ് ദ പ്രോബ്ലം എന്ന് പറയാം. അപ്പോൾ നമുക്ക് സോൾവ്ഡ് എന്ന് പറയുന്ന V2 നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഡ് പ്ലസ് സോൾവ് എന്ന് കിട്ടുന്നു, ഡിഡ് പ്ലസ് സോൾവ്. ഓക്കെ, ഇവിടെ നോക്കിയാണ്ടേ ഡിഡ് പ്ലസ് സോൾവ് വന്നിരിക്കുന്നു, ദേ ഡിഡ് സോൾവ് ദ പ്രോബ്ലം. ഓക്കെ ആണല്ലോ സെൻറ്റൻസ്. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഇതാണ്. പരീക്ഷകളിൽ നമുക്ക് ഉത്തരം എഴുതാനുള്ള ഒരു എളുപ്പവഴി പഠിക്കുക കോഡ് വെച്ചിട്ട്. നിങ്ങളിങ്ങനെ പഠിക്കുക, കോഡ് ഇതാണ്. സിമ്പിൾ പാസ്റ്റിൻ്റെ അലി 2024 പ്ലസ് V2 പറഞ്ഞാൽ വീട്ടിലെ അലി 2024 പ്ലസ് V2. ഒരു തവണ കൂടെ പറ, അലി 2024 പ്ലസ് V2. എയിൽ വരുന്ന വാക്കാണ് എഗോ. എയിൽ വരുന്ന വാക്ക് ഏതാണ്ടേ, എഗോ. എല്ലാണെങ്കിലാ ലാസ്റ്റ്, എല്ലിൽ വരുന്ന വാക്ക് ലാസ്റ്റ്. വൈയിൽ വരുന്ന വാക്ക് യെസ്റ്റർഡേ. 2024 വരുന്ന വാക്ക് കഴിഞ്ഞുപോയ വർഷം, കഴിഞ്ഞുപോയ വർഷങ്ങൾ. ഓക്കെ, അപ്പോൾ പറഞ്ഞേ അലി 2024 വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്, എയിൽ വരുന്ന വാക്ക് എഗോ, എല്ലാണെങ്കിലോ ലാസ്റ്റ്, വൈയിൽ വരുന്ന വാക്ക് യെസ്റ്റർഡേ. 2024 എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ, കഴിഞ്ഞുപോയ വർഷങ്ങൾ. ഇതിലേതെങ്കിലും ഒന്ന് സെൻറ്റൻസിൻ്റെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഈ വാക്കുകൾ ഏതെങ്കിലും ഒന്ന് സെൻറ്റൻസിൻ്റെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തെഴുതി കൊടുക്കുക കുട്ടികളെ, V2 ഉത്തരമായിട്ട് എഴുതുക. എന്തെഴുതുക, V2 ഉത്തരം. അപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റിന് പറഞ്ഞ കോഡ് അത്രേ ഉള്ളൂ. സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞു. പറഞ്ഞേ, സിമ്പിൾ പാസ്റ്റിന് പറഞ്ഞ കോഡ് എങ്ങനെയാണ്, അലി 2024 പ്ലസ് V2. കുട്ടികളെ നമ്മൾ നോക്കിയോണേ, 2024 കഴിഞ്ഞുപോയ വർഷം എന്ന് പറഞ്ഞു, ഇപ്പോൾ 2025 ആണ്. അപ്പോൾ നമ്മൾ ഇനി 2025 കഴിയുമ്പം നിങ്ങൾ ഈ കോഡിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, 2025. ഇപ്പോൾ 26 ആകുമ്പം 25 എന്നാക്കാം, 27 ആകുമ്പം 26 ആക്കാം, 28 ആക്കുമ്പം ആകുമ്പോൾ 27 ആക്കാം. അതിന് മുമ്പേ ജോലി വാങ്ങിച്ചോണേ. നോക്കിയേ, ഇപ്പോൾ കോഡ് മാറ്റിക്കൊണ്ടിരിക്കണ്ട. നോക്കിയേ, അലി 2024 പ്ലസ് V2. എയിൽ വരുന്ന വാക്ക് ഏതാ, എഗോ. എല്ലാണെങ്കിലോ ലാസ്റ്റ്. വൈയിൽ വരുന്ന വാക്ക് യെസ്റ്റർഡേ. 2024 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ വർഷങ്ങൾ. ഇതിലേതെങ്കിലും ഒന്ന് സെൻറ്റൻസിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതെഴുതുക, V2 ഉത്തരം. ഓക്കെ ആണോ? നോക്കിയേ, ചോദ്യങ്ങൾ നോക്കാം സിമ്പിൾ പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. നോക്കിയേ, ഐ ഡാഷ് ഹിം യെസ്റ്റർഡേ. ഐ ഡാഷ് ഹിം യെസ്റ്റർഡേ. എല്ലാവരും ഉത്തരം പറഞ്ഞ് എന്നോടൊപ്പം നിങ്ങൾ നോട്ട് എഴുതി പഠിച്ചു വരണേ.
ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം നോട്ട് എഴുതി പഠിച്ച് വരണേ, അല്ലാണ്ട് നോക്കിയിരുന്ന കളയല്ലേ. നമുക്ക് ഐ ഡാഷ് ഹിം യെസ്റ്റർഡേ. ചോദ്യം വായിച്ചിട്ട് ഉത്തരം പറഞ്ഞു നോക്കിയേ. നോക്കിയിട്ടുള്ളേ അലിയിൽ നമ്മൾ പഠിച്ച വാക്കാണ് യെസ്റ്റർഡേ. യെസ്റ്റർഡേ വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതാ എഴുതാൻ പറഞ്ഞു? V2 എഴുതാം. ഓക്കെ, ഈ V2ൻ്റെ എക്സ്പാൻഷനാണ് ഡിഡ് പ്ലസ് V1. ഇൻ കേസ് നമുക്ക് ഓപ്ഷനിൽ ഡിഡ് പ്ലസ് V1 ഉണ്ടെങ്കിൽ അതും എഴുതാം കേട്ടോ. V2ൻ്റെ എക്സ്പാൻഷനാണ്. ഓക്കെ, നോക്കിയേ. അപ്പോൾ അലി നമ്മൾ ഏത് പറഞ്ഞൂടെ? ഐ ഡാഷ് ഹിം യെസ്റ്റർഡേ. ഇവിടെ നമുക്ക് യെസ്റ്റർഡേ എന്ന് പറയുന്ന വാക്ക് അലിയിൽ പഠിച്ചതാണ്. അവിടെ V2 ഉത്തരം. സി ഉണ്ട്, സായുണ്ട്, അതേപോലെ ഹാഡ് സീൻ ഉണ്ട്, വിൽ സി ഉണ്ട്. ഏത് വരുന്നു കൂട്ടിലെ? സോ അവിടെ ഉത്തരമായിട്ട് വരുന്നു. സിയുടെ രണ്ടാമത്തെ രൂപമാണ് സോ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ഐ ഡാഷ് മൈ ഫ്രണ്ട്. ഐ ഡാഷ് മൈ ഫ്രണ്ട് ലാസ്റ്റ് വീക്ക്. ഐ ഡാഷ് മൈ ഫ്രണ്ട് ലാസ്റ്റ് വീക്ക്. കണ്ടല്ലോ, തന്നിരിക്കുന്ന ചോദ്യത്തിൽ ലാസ്റ്റ് നമ്മൾ പഠിച്ചതാണ്. അലിയിൽ പഠിച്ച വാക്കാണ് ലാസ്റ്റ്. വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏത് എഴുതാൻ പറഞ്ഞു? V2 എഴുതാൻ പറഞ്ഞു. സോയുണ്ട്, ഹാഡ് സീൻ ഉണ്ട്, വിൽ സി ഉണ്ട്, ആം സീയിങ് ഉണ്ട്. ഏത് വരുന്ന കൂട്ടിലെ? സോ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ദ ബോയ്സ് ഡാഷ് ഹിയർ 2 hours ago. ദ ബോയ്സ് ഡാഷ് ഹിയർ 2 hours ago. കണ്ടല്ലോ, എഗോ എന്ന വാക്ക് വന്നിരിക്കുന്നു. എഗോ വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ് കുട്ടികളെ? V2 ആണ് ഉത്തരം എന്ന് പറഞ്ഞു അല്ലേ. അലിയിൽ പഠിച്ചതാണ്. എഗോ, എൽ ലാസ്റ്റ്, വൈ യെസ്റ്റർഡേ. 2024 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ വർഷങ്ങൾ. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതാൻ കുട്ടികളെ? V2. അപ്പോൾ നമുക്ക് റീച്ച്ഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് പറഞ്ഞ കോഡ് ഏതായിരുന്നു? അലി 2024 പ്ലസ് V2. എയിൽ വരുന്ന വാക്ക് എഗോ. എല്ലാണെങ്കിലോ ലാസ്റ്റ്, വൈ യെസ്റ്റർഡേ. 2024 കഴിഞ്ഞുപോയ വർഷം. ചോദ്യം നോക്കിയേ. ഐ ഡാഷ് ദ SSLC എക്സാം ഇൻ 2006. കണ്ടല്ലോ, ഇൻ 2006 എന്ന് പറയുന്ന 2006 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ വർഷം. ഉത്തരം ഏതെഴുതാം? V2. പാസ് ഉണ്ട്, പാസിംഗ് ഉണ്ട്, പാസ്ഡ് ഉണ്ട്, ഹാഡ് പാസ്ഡ് ഉണ്ട്. ഏത് ഉത്തരം വരുന്നു കൂട്ടില്ലേ? പാസ്ഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ചോദ്യം നോക്കിയേ. മൈ ഫാദർ ഡാഷ് ഹിയർ യെസ്റ്റർഡേ. മൈ ഫാദർ ഡാഷ് ഹിയർ യെസ്റ്റർഡേ. കെയിം ഉണ്ട്, കമ്മുണ്ട്, കെയിം ഉണ്ട്, കമ്മിങ് ഉണ്ട്, വാസ് കമ്മിങ് ഉണ്ട്. നോക്കിയേ, യെസ്റ്റർഡേ എന്ന വാക്ക് വന്നിരിക്കുന്നുണ്ട്. അവിടെ ഉത്തരം ഏത് വരണം? V2 ഉത്തരമായിട്ട് വരണം. എന്ത് വരണം കൂട്ടല്ലേ? V2. കമ്മിൻ്റെ 3 രൂപം പറഞ്ഞേ. കമ്മ്, കെയിം, കമ്മ്. കമ്മ്, കെയിം, കമ്മ്. നമുക്ക് ഏത് വരുന്നു അവിടെ? ഇവിടെ കെയിം അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു കൂട്ടല്ലേ? കെയിം അവിടെ ഉത്തരമായിട്ട് വരുന്നു. ക്ലിയർ ആണോ? അപ്പം നമ്മൾ പറഞ്ഞത് അലി 2024 പ്ലസ് V2. എയിൽ വരുന്ന വാക്ക് ഏതാ? എഗോ. എല്ലാണെങ്കിലോ ലാസ്റ്റ്, വൈ ആണെങ്കിലോ യെസ്റ്റർഡേ. 2024 എന്ന് പറഞ്ഞാലോ കഴിഞ്ഞുപോയ വർഷങ്ങൾ. ക്ലിയർ ആണോ കുട്ടികളെ? അടുത്ത നോക്കിയേ. അടുത്ത സിമ്പിൾ പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടീഷനാണ് പഠിക്കേണ്ടത്. എന്ത് ചെയ്യും? അതിനകത്ത് സിമ്പിൾ പാസ്റ്റിൻ്റെ ഒരു കണ്ടീഷൻ പഠിച്ചാൽ മതി. പക്ഷെ നമ്മൾ ആ വാക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരും. നോക്കിയേ, ഒരു സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത് ഇറ്റ് ഈസ് ടൈമിലാണ്. ഒരു സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത് എന്തിലാണ് കുട്ടികളെ? ഇറ്റ് ഈസ് ടൈം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എബൌട്ട് ടൈം. 3 വാക്കുകൾ പറഞ്ഞാണ്. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് എ ഹൈ ടൈം. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് എ ഹൈ ടൈം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എബൌട്ട് ടൈം. ഒന്നും കൂടെ പറയാം 3 വാക്കുകൾ. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് എ ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം. ഈ വാക്കുകൾക്ക് 4 റൂളുണ്ട് കേട്ടോ. 4 ഉത്തരങ്ങൾ അവിടെ വരാം. അപ്പോൾ ആ 4 ഉത്തരങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിലൊന്ന് സിമ്പിൾ പാസ്റ്റുമാണ്. അതുകൊണ്ടാണ് അതിവിടെ എടുത്ത് പറയുന്നത്. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട്, ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. ഒരു നൗൺ രൂപം വന്നിട്ടുണ്ട്. സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ്. ഇപ്പോൾ ഇറ്റ് ഈസ് ടൈം എന്ന വാക്ക് കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ്, ഒന്നെങ്കിൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് രൂപം വരാം അല്ലേ. ഇപ്പോൾ പ്രോനൗണുകളാണെങ്കിൽ ഐ, വി, യു, ഹി. ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ സബ്ജക്റ്റ് രൂപം. അതിൻ്റെ ഒബ്ജക്റ്റാണ് ഐയുടെ ഒബ്ജക്റ്റ് രൂപമാണ് മീ എന്ന് പറയുന്നത്. വിയുടെ ഒബ്ജക്റ്റ് രൂപമാണ് അസ് എന്ന് പറയുന്നത്. യു ആണെങ്കിൽ യു തന്നെ, ഹി ആണെങ്കിൽ ഹിമ്മ്, ഷീ ആണെങ്കിൽ ഹെർ, ഇറ്റ് ആണെങ്കിൽ ഇറ്റ് തന്നെ, ദേ ആണെങ്കിൽ ദം. ഒബ്ജക്റ്റ് രൂപം അല്ലേ. അപ്പോൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞൂടെ? ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് അല്ല പേരുകളാണെങ്കിൽ പേരും വരാം, വ്യക്തികളുടെ പേര് വരാം, സാധനങ്ങളുടെ പേര് വരാം, എന്തെങ്കിലും പേരുകളും വരാം. അപ്പോൾ ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ഏതൊക്കെയാടെ? ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് എ ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം. ഈ 3 വാക്കുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ടൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം സിമ്പിൾ പാസ്റ്റ്. അതായത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ V2 എഴുതുക. V2 അവിടെ ഉത്തരമായിട്ട് വരുന്നു. പറഞ്ഞേ ഒന്ന് പറഞ്ഞേ. ഏതായിരുന്നു റൂള്? ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് എ ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം V2.
എന്നാൽ ഇതിൻ്റെ മറ്റൊരു റൂള് അതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ 4 കാര്യം മറ്റു 3 കാര്യം കൂടെ പഠിച്ചു വയ്ക്കുക. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ഫോർ എന്ന പ്രിപ്പോസിഷൻ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വന്നിട്ടില്ല, പകരം ഈ വാക്ക് കഴിഞ്ഞിട്ട് ഫോർ എന്ന പ്രിപ്പോസിഷനാണ് വന്നിരിക്കുന്നത്. ഏത് വന്നിരിക്കുന്നൂടെ? ഫോർ. ഇറ്റ് ഈസ് ടൈം ഫോർ, ഇറ്റ് ഈസ് എ ഹൈ ടൈം ഫോർ, ഇറ്റ് ഈസ് എബൌട്ട് ടൈം ഫോർ. ഫോർ എന്ന പ്രിപ്പോസിഷൻ വന്നാൽ ഉത്തരം ING എഴുതി കൊടുക്കുക. എന്തെഴുതി കൊടുക്കുക? ING എഴുതുക. ഓക്കെ. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഫോർ കഴിഞ്ഞാൽ ING ആണെന്ന് പറഞ്ഞു. എന്നാൽ അതുപോലെ തന്നെ ഈ വാക്കിൽ കഴിഞ്ഞിട്ട് ഫോർ വന്നിട്ടുണ്ട്, ഫോർ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. അതായത് ഫോർ യു, ഫോർ ഹിം, ഫോർ ഹെർ എന്നൊക്കെയുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നു എങ്കിൽ അവിടെ ഉത്തരം ഏതായിരുന്നു കൂടുതലേ? 2+V1 എഴുതാം. അതായത് ടു ഗോ, ടു ഡാൻസ്, ടു സിങ്, ഇങ്ങനെയുള്ള 2+V1. പറഞ്ഞ റൂളെന്ന് പറഞ്ഞേ ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് എ ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും വന്നിട്ടില്ല, വന്നാൽ ഉത്തരം V2. ഈ വാക്കിൽ കഴിഞ്ഞിട്ട് ഫോർ വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏത് എഴുതുക? ING. എന്നാൽ ഫോർ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട് എങ്കിൽ എന്ത് എഴുതണം? ING എഴുതരുത്, പകരം 2+V1, ടു ഗോ, ടു ഡാൻസ്, ടു സിങ്, ഇങ്ങനെയുള്ള 2+V1 എഴുതണം. ഒരു റൂളും കൂടെ പഠിച്ചാൽ ഈ 3 വാക്കിൻ്റെ റൂൾ അങ്ങ് തീരും. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് എ ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സബ്ജക്റ്റ് വന്നിട്ടില്ല, ഒബ്ജക്റ്റ് വന്നിട്ടില്ല, ഫോർ വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല, പകരം TO2 ആണ് കിടക്കുന്നത്. 2 എന്ന പ്രിപ്പോസിഷൻ ആണ് കിടക്കുന്നത് എങ്കിൽ ഉത്തരം ഏത് എഴുതി കൊടുക്കുക? V1 എന്ന് എഴുതുക. എന്തുത്തരം എഴുതുക? V1 എഴുതുക. അപ്പം 4 റൂൾ എന്ന് പറഞ്ഞേ. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് എ ഹൈ ടൈമിൻ്റെ എല്ലാവരും എന്നോടൊപ്പം ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് എ ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെന്ന് നോക്കുക. ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തെഴുതുക? V2. എന്നാൽ ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് 2 എന്ന പ്രിപ്പോസിഷനാണ് വരുന്നതെങ്കിൽ, ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് 2 എന്ന പ്രിപ്പോസിഷനാണ് വരുന്നതെങ്കിൽ ഉത്തരം ഏത് എഴുതുക? V1. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് 4 എന്ന പ്രിപ്പോസിഷനാണ് വരുന്നതെങ്കിൽ ഉത്തരം ഏത് എഴുതുക? ING. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് 4 കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം ഏത് എഴുതുക? 2+V1. ക്ലിയർ ആണല്ലോ? ചോദ്യം കിട്ടുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമുക്ക് ക്ലിയർ ആവും. നോക്കിയേ, നിങ്ങൾ ഇതിനെ പറഞ്ഞു നോക്കിയേ. ഇറ്റ് ഈസ് ടൈം യു ഡാഷ്, ഇറ്റ് ഈസ് ടൈം യു ഡാഷ്. കണ്ടല്ലോ, ഇറ്റ് ഈസ് ടൈം വന്നിരിക്കുന്നു. യു എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് രൂപം, സബ്ജക്റ്റ് ആയിട്ടും യു ഒബ്ജക്റ്റ് ആയിട്ടും വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരം ഏത് എഴുതണം? വെൻറ്റ് അല്ലെങ്കിൽ V2 ഉത്തരം. വെൻറ്റ് ഓപ്ഷനിലുണ്ട്, ഗോയുണ്ട്, ആർ ഗോയിങ് ഉണ്ട്, വെയർ ഗോയിങ് ഉണ്ട്. ഏത് വരുന്നു കൂട്ടിലെ? വെൻറ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. എന്ത് വരുന്നു? വെൻറ്റ് V2 അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത് നോക്കിയേ. ഇറ്റ് ഈസ് എ ഹൈ ടൈം യു ഡാഷ്, ഇറ്റ് ഈസ് എ ഹൈ ടൈം യു ഡാഷ്. സ്റ്റഡി ഓപ്ഷനിലുണ്ട്, സ്റ്റഡീഡ് ഓപ്ഷനിലുണ്ട്, ആർ സ്റ്റഡിയിങ് ഓപ്ഷനിലുണ്ട്, നണ്ണുണ്ട്. നോക്കിയേ, ഇറ്റ് ഈസ് എ ഹൈ ടൈം കഴിഞ്ഞിട്ട് യു എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നിരിക്കുന്നു. ഉത്തരം ഏതായിരുന്നു കൂട്ടല്ലേ? V2. അപ്പോൾ V2 ഏതാ? സ്റ്റഡീഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. V2 സ്റ്റഡീഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഇറ്റ് ഈസ് ടൈം ടു, ഇറ്റ് ഈസ് ടൈം ടു ഡാഷ്, ഇറ്റ് ഈസ് ടൈം ടു ഡാഷ്. ഗോയുണ്ട്, ടു ഗോയുണ്ട്, വെൻറ്റുണ്ട്, ഗോണുണ്ട്. ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് എന്ത് വന്നിരിക്കുന്നു? 2 എന്ന പ്രിപ്പോസിഷൻ വന്നു. ഉത്തരം ഏത് എഴുതാൻ പറഞ്ഞു കൂട്ടല്ലേ? V1 എഴുതാൻ പറഞ്ഞു. V1 ഏതാ? ഗോ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഇറ്റ് ഈസ് ടൈം ടു ഗോ. എന്ത് ചെയ്യുന്നൂടെ? ടു ഗോ ഹോം. വേണമെങ്കിൽ അതിൻ്റെ റിമൈനിങ് പാർട്ട് ഹോം എന്നും കൂടെ എഴുതി ചേർത്താൽ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവും. ഇറ്റ് ഈസ് ടൈം ടു ഗോ ഹോം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ഇറ്റ് ഈസ് എ ടൈം ഫോർ യു, ഇറ്റ് ഈസ് ടൈം ഫോർ യു ഡാഷ്, ഇറ്റ് ഈസ് ടൈം ഫോർ യു ഡാഷ്. നോക്കട്ടെ, ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് 4 വന്നിട്ടുണ്ട്. ഈ 4 കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ഉത്തരം എന്താണ്? 4 മാത്രം വന്ന ING എഴുതാം. എന്നാൽ 4 കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതായിരുന്നു കൂട്ടല്ലേ? ഉത്തരം V2+V1. വെറും V1 ആണോ? 2+V1 എഴുതണം. ഏതായിരുന്നു കൂട്ടല്ലേ? ടു ഗോ അവിടെ ഉത്തരമായിട്ട് വരും. അപ്പോൾ ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് എ ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം കഴിഞ്ഞിട്ട് 4 കഴിഞ്ഞിട്ട് തൊട്ടടുത്തൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതെഴുതുക? 2+V1. അടുത്ത ചോദ്യം നോക്കിയേ. ഇറ്റ് ഈസ് ടൈം ഫോർ ഡാഷ് എ സോങ്, ഇറ്റ് ഈസ് ടൈം ഫോർ ഡാഷ് എ സോങ്. സിംഗ് ഉണ്ട്, ടു സിംഗ് ഉണ്ട്, സിംഗിങ് ഉണ്ട്, സാങ് ഉണ്ട്. ഏതെഴുതുന്നു നോക്കുക. ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് 4 എന്ന പ്രിപ്പോസിഷനാണ് വരുന്നത്. വേറെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഒന്നും വന്നിട്ടില്ല. ഉത്തരം ഏതെഴുതാം? ING. അവിടെ ഉത്തരമായിട്ട് എഴുതാം. അപ്പോൾ അത് നല്ലൊരു റൂളാണ്. ഒന്ന് എന്നോടൊപ്പം ഒരു തവണയും കൂടെ പറഞ്ഞിട്ട് പോയേ. നമ്മൾ സിമ്പിൾ പാസ്റ്റിന് പറഞ്ഞ കോഡ് ഏതായിരുന്നു കൂട്ടില്ല? എന്നോടൊപ്പം ഉറച്ചു പറ. സിമ്പിൾ പാസ്റ്റിന് പറഞ്ഞ കോഡ് അലി 2024 പ്ലസ് വിട്ടു. അതായത് 24 ഈ കൊല്ലം 25 ആയതുകൊണ്ടാണ് നമ്മൾ 24 പറഞ്ഞത് കേട്ടോ. ഇനി അടുത്ത കൊല്ലം ആകുമ്പോൾ നിങ്ങൾ 24 മാറ്റി 25 ആക്കണം, മറക്കല്ല കേട്ടോ.
ഈ 24 വെച്ചുകൊണ്ടിരുന്നിട്ട് 25 ഒരു ചോദ്യം വരുമ്പോഴത്തേക്കും 25 അല്ലെങ്കിൽ 28 25 ഒരു ചോദ്യം വരുമ്പോൾ 24 പഠിച്ചോളൂ എന്ന് പറയരുത്. നോക്കിയേ, അപ്പോൾ അതൊരു ലോജിക്കാണ് കേട്ടോ. ഒരു എന്ത് ചെയ്യുന്നുണ്ടോ ഒന്ന് ഓർക്കുക, അല്ലെങ്കിൽ മറന്നു പോകാതിരുന്നാൽ മതി. നോക്കുക, അപ്പോൾ അലി 2024 പ്ലസ് വിട്ടു. എയിൽ വരുന്ന വാക്ക് എഗോ, എല്ലാണെങ്കിലോ ലാസ്റ്റ്, വൈ ആണെങ്കിലോ യെസ്റ്റർഡേ. 2024 എന്ന് പറഞ്ഞാലോ കഴിഞ്ഞുപോയ വർഷം. വന്നാൽ ഉത്തരം ഏതാണ്? വിട്ടു. ഇനി നമ്മൾ ഒരു കണ്ടീഷൻ പഠിച്ചു. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് എ ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം. ഈ 3 വാക്കുകൾ വരുന്ന കണ്ടീഷൻ എങ്ങനെയായിരുന്നു? ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏത്? വിട്ടു, അതായത് സിമ്പിൾ പാസ്റ്റ്. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് 4 ആണ് വരുന്നെങ്കിൽ ഉത്തരം ഏത്? ING. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് 4 കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏത്? 2+1. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് 2 ആണ് വരുന്നെങ്കിൽ ഉത്തരം ഏത് എഴുതി കൊടുക്കുക? ഉത്തരം V1 എഴുതുക. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിയേ, ഇത്രയേ ഉള്ളൂ സിമ്പിൾ പ്രസൻറ്റ്. വളരെ എളുപ്പമല്ലേ കൂട്ടില്ലേ? ഒരു കുറച്ച് 3 വാക്കുകൾ വെച്ചിട്ടുള്ള യൂസേജ് വെച്ചിട്ടുള്ള കാര്യവും പറഞ്ഞു. പിന്നെ അതേപോലെ എന്ത് ചെയ്യുന്നു, സിമ്പിൾ പാസ്റ്റ് എവിടെ ഉപയോഗിക്കുന്നു, ടൈമിംഗ് വേർഡ് ബേസ്ഡ് കാര്യവും പറഞ്ഞു. അടുത്തത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് കേട്ടോ. പാസ്റ്റ് കണ്ടിന്യൂസ് നോക്കിയേ, പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സെന്റൻസ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ടത് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING, സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്, സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യം ഇങ്ങനെയല്ല വരുന്നത്. ചോദ്യം വരുന്നത് കണ്ടീഷൻ ബേസ്ഡ് ചോദ്യമാണ്. അത് നമ്മൾ പഠിക്കും, അത് മാത്രം പഠിച്ചാൽ മതി. ചോദ്യം അതിലേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പ്രസൻറ്റ് കണ്ടിന്യൂസിന് പറഞ്ഞത് ഈസ് ആം ആർ പ്ലസ് ING എന്നാണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഈസ് ആമിൻ്റെ പാസ്റ്റാണ് വാസ്, ആറിൻ്റെ പാസ്റ്റാണ് വെയർ. അത് തന്നെയാണ് ഇവിടെ ഇക്വേഷൻ. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഇത്രയും മാത്രം പഠിച്ചാലും മതി. വാസ് ഓർ വെയർ പ്ലസ് ING വരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഈ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എല്ലാത്തിലും വരും. ഇനി നോക്കിയാൽ സെന്റൻസ് സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ നമുക്ക് ഇതിൽ ഏതാ എഴുതാൻ കുട്ടികളെ? വാസ് പ്ലസ് ING എഴുതാം. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ വാസ് പ്ലസ് ING. സബ്ജക്റ്റ് ഇപ്പോൾ പ്ലൂറൽ ആണെങ്കിൽ വെയർ പ്ലസ് ING എഴുതാം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെയർ പ്ലസ് ING എഴുതാം. ഇപ്പോൾ സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ വാസ് പ്ലസ് ING, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെയർ പ്ലസ് ING. 2 സെന്റൻസ് നോക്കിയേ. ഹി വാസ് സിംഗിങ് എ സോങ്. കണ്ടല്ലോ, ഹി സിംഗുലാർ ആണ്, വാസ് സിംഗിങ് ഉപയോഗിച്ചിരിക്കുന്നു. കണ്ടല്ലോ, അത്രേ ഉള്ളൂ. നമ്മൾ അത് സബ്ജക്റ്റിനനുസരിച്ച് ഓക്സിലറി എഴുതിയിരിക്കുന്നു നോക്കാനും സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാനും അത്രേ ഉള്ളൂ. അടുത്ത് നോക്കിയേ, ദേ വെയർ പ്ലേയിങ് ക്രിക്കറ്റ്. ദേ വെയർ പ്ലേയിങ് ക്രിക്കറ്റ്. ദേ സബ്ജക്റ്റ്, വെയർ പ്ലേയിങ് എന്ന് പറയുന്നത് ഓക്സിലറി പ്ലസ് ING. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് പാസ്റ്റ് കണ്ടിന്യൂസ്ലി സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കാം? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഏതെഴുതാം? വാസ് പ്ലസ് ING. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ വെയർ പ്ലസ് ING. ഓക്കെ ആണല്ലോ. നോക്കിയേ, ഇനി പാസ്റ്റ് കണ്ടിന്യൂസ്ലി ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ടീഷനാണ്. അതായത് ഒരു ഭാഗം നോക്കി, ഈ പാസ്റ്റ് ടെൻസിലൊക്കെ ടെൻസുകൾ പരസ്പരം കണക്ട് ചെയ്യാറുണ്ട്. ഞാൻ ആദ്യം ടെൻസിൻ്റെ ക്ലാസ്സിലേ പറഞ്ഞു, നമുക്ക് മറ്റൊരു തരം ചോദ്യം എന്ന് പറയുന്നത് പല ടെൻസും പരസ്പരം യോജിപ്പിച്ച് പറയാറുണ്ട്. അങ്ങനെ വരുന്നത് ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ കാര്യം, ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് മറ്റ് 2 ടെൻസുമായിട്ട് ചേർത്ത് പറയാം. അപ്പോൾ നമ്മൾ ഒരു ഭാഗം പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ മറുഭാഗത്ത് മറ്റ് 2 ടെൻസുകൾ വരാമെന്നർത്ഥം. നോക്കിയേ, ഇങ്ങനെ പഠിക്കുക. പാസ്റ്റ് കണ്ടിന്യൂസ് വരുന്നത് വാസ് ഓർ വെയർ പ്ലസ് ING ആണ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്നറിയാം. സെൻറ്റൻസിന് 2 പാർട്ട് കാണും. തന്നിരിക്കുന്ന ഒരു ഭാഗം, അതായത് നമ്മൾ ഇഫ് ക്ലോസ് ഒക്കെ എഴുതുമല്ലോ പിള്ളേർ, ഇഫ് ക്ലോസ് ഒക്കെ എഴുതുമല്ലോ. ഇഫ് വരുന്ന ഭാഗം നോക്കിയിട്ട് മറുഭാഗം ഫില്ല് ചെയ്യുന്നു. ഇഫ് വരുന്ന ഭാഗത്ത് സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ മറുഭാഗത്ത് വിൽ അല്ലെങ്കിൽ ഷാൾ പ്ലസ് V1 ഉത്തരം. അത് പഠിച്ചിട്ടുണ്ടല്ലോ, അതറിയാമല്ലോ, നമ്മൾ പഠിച്ചതുമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് വാസ് ഓർ വെയർ പ്ലസ് ING ആണെങ്കിൽ മറുഭാഗത്ത് ഏതൊക്കെ ടെൻസ് വരും, അതിനാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സെൻറ്റൻസിൻ്റെ ഒരു ഭാഗം പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. സെൻറ്റൻസിൻ്റെ ഒരു ഭാഗം പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. എങ്ങനെ മനസ്സിലാക്കാം? വാസ് ഓർ വെയർ പ്ലസ് ING ആയിരിക്കും വന്നിരിക്കുന്നത്. മറുഭാഗത്ത് 2 ടെൻസ് വരാം. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ഉത്തരം എഴുതാം? സിമ്പിൾ പാസ്റ്റ് ഉത്തരമായിട്ട് എഴുതാം. ഒന്നെങ്കിൽ എന്തെടുത്ത് എഴുതാൻ കുട്ടികളെ? സിമ്പിൾ പാസ്റ്റ്, അതായത് V2 ഉത്തരമായിട്ട് എഴുതാം. സെൻറ്റൻസിൻ്റെ ഒരു ഭാഗത്ത് വാസ് ഓർ വെയർ പ്ലസ് ING വന്നാൽ മറുഭാഗത്ത് ഒന്നെങ്കിൽ V2 എഴുതാം, അല്ല എങ്കിലോ വാസ് ഓർ വെയർ പ്ലസ് ING തന്നെ എഴുതാം. അല്ലെങ്കിൽ എന്ത് തന്നെ എഴുതാം കുട്ടികളെ? വാസ് ഓർ വെയർ പ്ലസ് ING തന്നെ എഴുതാം. അതിൻ്റെ മലയാളം എന്താണെന്ന് അറിയാമോ? ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതായിരിക്കും ഉപയോഗിക്കുന്നത്? സിമ്പിൾ പാസ്റ്റ് പ്ലസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. എന്നാലാ
ഒരേ സമയം പാസ്റ്റിൽ ഒരേ സമയം രണ്ട് പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി അത് ചേർക്കണം കുട്ടികളെ. പാസ്റ്റ് കണ്ടിന്യൂസ് പ്ലസ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഇതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ആ മലയാളം ഒന്നും പഠിക്കണ്ട. സെന്റൻസിന്റെ ഒരു ഭാഗത്ത് വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി ഉണ്ടെങ്കിൽ നിങ്ങൾ 4 ഓപ്ഷൻ കിടക്കുമല്ല, ആ ഓപ്ഷനകത്ത് വീട്ടു ഉണ്ടാന്ന് നോക്കണം. വീട്ടു ഉണ്ടെങ്കിൽ അത് ഉത്തരം. ഇനി വീട്ടു ഇല്ല എങ്കിലാ വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി എന്ന് നോക്കാം. ഇനി നേരെ തിരിച്ചു നോക്കാൻ കുട്ടികളെ, സെന്റൻസിന്റെ ഒരു ഭാഗം വീട്ടു ആണ് എങ്കിൽ മറുഭാഗത്ത് ഏതുണ്ടാന്ന് നോക്കുക, വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി ഉണ്ടാന്ന് നോക്കാം. ക്ലിയർ ആണോ അത് പറഞ്ഞത്? ഇപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് 2 ടെൻസിനോടൊപ്പം ചേർത്ത് പറയാം. ഏതൊക്കെ? സിമ്പിൾ പാസ്റ്റിനോടൊപ്പം പാസ്റ്റ് കണ്ടിന്യൂസിനോടൊപ്പം ചേർക്കാം. ചോദ്യം വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് ആവും. നോക്കിയേ, സെന്റൻസിന്റെ ഒരു ഭാഗം പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ മറുഭാഗത്ത് സിമ്പിൾ പാസ്റ്റോ പാസ്റ്റ് കണ്ടിന്യൂസോ ഉത്തരമായിട്ട് വരാം. സെന്റൻസിന്റെ ഒരു ഭാഗം പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ മറുഭാഗത്ത് സിമ്പിൾ പാസ്റ്റോ പാസ്റ്റ് കണ്ടിന്യൂസോ ഉത്തരമായിട്ട് വരുന്നു അല്ലെങ്കിൽ വരാം. ഓക്കെ, ഇനി ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം നോക്കിയേ, വെൻ ഹി എൻറ്റേർഡ് ദ റൂം, വെൻ ഹി എൻറ്റേർഡ് ദ റൂം ഹിസ് വൈഫ് ഡാഷ് ഈസ് സ്ലീപ്പിംഗ് ഉണ്ട്, അതുപോലെ സ്ലെപ്റ്റ് ഉണ്ട്, അതുപോലെ വാസ് സ്ലീപ്പിംഗ് ഉണ്ട്, അതുപോലെ ഹാസ് സ്ലെപ്റ്റ് ഉണ്ട്. ഉത്തരം പറഞ്ഞു നോക്കിയാണ് കുട്ടികളെ. നോക്കിയേ, വെൻ ഹി എൻറ്റേർഡ് എന്ന് പറയാം. നമ്മൾ ഇതേപോലെ അണ്ടർലൈൻ ചെയ്ത് എഴുതണം വീട്ടു. അപ്പോൾ സെന്റൻസിന്റെ ഒരു ഭാഗം വീട്ടു വന്നു, മറുഭാഗത്ത് ഏത് വരാമെന്ന് പഠിച്ചു, വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി വരാമെന്ന് ഇപ്പം പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയാണ്ടേ, ഇവിടെ ഹിസ് വൈഫ് എന്ന് പറയുന്നത് സിംഗുലാർ ആണ്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ വാസ് പ്ലസ് ഐ എൻ ജി, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെയർ പ്ലസ് ഐ എൻ ജി. ഈസ് സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ്, ഉത്തരം വരൂല. സ്ലെപ്റ്റ് എന്ന് പറയുന്നത് വീട്ടു, വീട്ടും ചേരുന്നതിനെ കുറിച്ച് നമ്മളിപ്പം പറഞ്ഞിട്ടില്ല. വാസ് സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസും ചേരുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹാസ് സ്ലെപ്റ്റ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ്, സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റും ചേരുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇവിടെ നമ്മൾ പറഞ്ഞിട്ട് ഇല്ല. നമുക്കപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്ട് ഉത്തരമായിട്ട് വരുന്നത് വാസ് സ്ലീപ്പിംഗോട് ഉത്തരമായിട്ട് വരുന്നു. എന്ത് വരുന്നു? വാസ് സ്ലീപ്പിംഗ് ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് പ്ലസ് സിമ്പിൾ പാസ്റ്റ്. അടുത്ത ചോദ്യം നോക്കിയേ, നമ്മൾ വെൻ ഐ ഡാഷ് ഇൻ ടു മൈ റൂം ഷീ വാസ് റീഡിങ് എ നോവൽ, ഷീ വാസ് റീഡിങ് എ നോവൽ. കണ്ടല്ലോ, ഇവിടെ നോക്കിയേ, വാസ് റീഡിങ് എന്നാണ് കിടക്കുന്നത്. അപ്പം വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി, സെന്റൻസിന്റെ ഒരു ഭാഗം വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി ആണെങ്കിൽ 2 ടെൻസ് ചേർത്ത് പറയാം. ഏതൊക്കെ? ഒന്നെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ചേർക്കാം, അല്ല എങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് തന്നെ ചേർക്കാം. അതായത് വീട്ടു ഉണ്ടാന്ന് നോക്കാം ഓപ്ഷനിൽ, അതില്ല എങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി ഉണ്ടെന്ന് നോക്കാം. നോക്കിയാൽ നമ്മൾ ഓപ്ഷൻ നോക്കിയേ, നമുക്കിവിടെ വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി ഇല്ല. അപ്പം നമ്മൾ എന്ത് നോക്കിയാൽ മതി? വീട്ടു ഉണ്ടാന്ന് നോക്കിയാൽ മതി. കമ്മ്, കെയിം, ആം കമ്മിങ്, വിൽ കം. കമ്മിന്റെ രണ്ടാമത്തെ രൂപമാണ് ഏതെന്ന് പറയുന്നത് കൂട്ടല്ലേ? കെയിം ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. വെൻ ഐ കെയിം ഇൻ ടു മൈ റൂം ഷി വാസ് റീഡിങ് എ നോവൽ. കണ്ടല്ലോ. അടുത്ത ചോദ്യം നോക്കിയേ, ദ ലൈറ്റ് വെന്റ് ഓഫ് വൈൽ ഐ ഡാഷ്, ദ ലൈറ്റ് വെന്റ് ഓഫ് വൈൽ ഐ ഡാഷ്. കണ്ടല്ലോ, ഇവിടെ വെന്റ് ഓഫ് എന്ന് പറയുന്ന വീട്ടു ആണ്. സെന്റൻസിന്റെ ഒരു ഭാഗം വീട്ടു ആണെങ്കിൽ ഇപ്പം നമ്മൾ എന്ത് പഠിച്ചു വെച്ചിരിക്കുന്നു? മറുഭാഗത്ത് വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി എഴുതാം. റീഡ് ഉണ്ട്, അതേപോലെ ഹാസ് റെഡ് ഉണ്ട്, ഹാസ് റെഡ് ഉണ്ട്, അതുപോലെ വാസ് റീഡിംഗ് ഉണ്ട്, ഈസ് റീഡിംഗ് ഉണ്ട്. റീഡിന്റെ 3 രൂപമാണ്, റീഡ്, റെഡ്, റെഡ് കേട്ടോ. റീഡ്, റെഡ്, റെഡ് 3 രൂപമാണ് കേട്ടോ. ഓക്കെ, സ്പെല്ലിംഗ് ഒക്കെ ഒരുപോലെയാണെങ്കിലും ഉച്ചാരണം വ്യത്യാസമുണ്ട്. ഇനി നോക്കിയേ, അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏതെഴുതാം? വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി. നമുക്ക് ഓപ്ഷനിൽ വാസ് പ്ലസ് ഐ എൻ ജി ഉള്ളൂ. നോക്കിയേ, ചില കുട്ടികൾക്ക് ഡൗട്ട് വരും, ഐയോടൊപ്പം വാസ് ചേരുമെന്ന്. ഐ പ്ലൂറലല്ലേ, വാസ് സിംഗുലാർ എന്നൊക്കെ കുട്ടികൾ പറയും. അപ്പോൾ ഐ പ്ലൂറലാണ്, പക്ഷേ വാസ് ഓർ വെയറിൽ ഐയോടൊപ്പം എപ്പോഴും എന്തേ ചേർത്ത് പറയുള്ളൂ? വാസ് മാത്രമാണ് നമ്മൾ ചേർത്ത് പറയുന്നത്, മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഐ വാസ് റീഡിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ഐ ഡാഷ് ചെസ് വെൻ ഹി കാൾഡ് അപ്പോൺ മീ. ഐ ഡാഷ് ചെസ് വെൻ ഹി കാൾഡ് അപ്പോൺ മീ. നോക്കിയേ, ഇവിടെ കാൾഡ് എന്ന് പറയുന്നത് വീട്ടു ആണ്. വീട്ടു എന്ന് കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത് വരാം? വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി. നമുക്ക് ആം പ്ലേയിങ് ഉണ്ട്, വാസ് പ്ലേയിങ് ഉണ്ട്, പ്ലേഡ് ഉണ്ട്, വിൽ പ്ലേ ഉണ്ട്. ഏത് വരുന്നു? ഐ സബ്ജക്റ്റ്, അതുകൊണ്ട് വാസ് പ്ലേയിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ചോദ്യം നോക്കിയേ, വൈൽ ഐ വാസ് റീഡിങ് ന്യൂസ് പേപ്പർ മൈ സൺ ഡാഷ് ഇൻ ദ ഗ്രൗണ്ട്. കണ്ടല്ലോ, വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി അല്ലേ, പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ മറുഭാഗത്ത് ഏത് വരാം? സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ്. നമുക്ക് സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ടാന്ന് നോക്കിയേ, പ്ലേസ് ഉണ്ട്,
പ്ലേ ഉണ്ട്, ഈസ് പ്ലേയിങ് ഉണ്ട്, വാസ് പ്ലേയിങ് ഉണ്ട്. ഏത് വരുന്നു? നമുക്ക് പ്ലേസ് സിമ്പിൾ പ്രസന്റ് വരില്ല, പ്ലേ സിമ്പിൾ പ്രസന്റ് വരില്ല, ഈസ് പ്ലേയിങ് പ്രസന്റ് കണ്ടിന്യൂസ് വരില്ല. നമുക്ക് വാസ് പ്ലസ് ഐ എൻ ജി ഉള്ളൂ. V2 ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വാസ് പ്ലസ് ഐ എൻ ജി. നമുക്ക് പാസ്റ്റിൽ ഒരേ സമയം രണ്ട് പ്രവൃത്തികൾ നടക്കുന്നു. അതാണ് വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി അവിടെ വന്നിരിക്കുന്നത് അല്ലേ. വൈൽ ഐ വാസ് റീഡിങ് ന്യൂസ് പേപ്പർ മൈ സൺ ഡാഷ് ഇൻ ദി ഗ്രൗണ്ട്. ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയും കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു. ഇവിടെയാണെങ്കിൽ ഇത് പറയുമ്പോൾ പിന്നെ മലയാളം എങ്ങനെ പറയാം? ഒരു പ്രവൃത്തി കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു പ്രവൃത്തി നടന്നു, ഒരു പ്രവൃത്തി കഴിഞ്ഞിട്ടും മറ്റൊരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാനാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. ഇതാണെങ്കിൽ പാസ്റ്റിൽ ഒരേ സമയം രണ്ട് പ്രവൃത്തികൾ നടക്കുന്നു എന്ന് പറയാം. മറക്കൂലല്ലോ. നമ്മൾ അങ്ങനെയൊന്നും മലയാളം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഒരു ടേബിൾ മാത്രം നോക്കിയാൽ മതി. പാസ്റ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസിൻ്റെ ഒരു ഭാഗത്ത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ മറുഭാഗത്ത് ഏതൊക്കെ വരാം? രണ്ട് ടെൻസ് വരാം. സിമ്പിൾ പാസ്റ്റ് എഴുതാം, അതുപോലെ പാസ്റ്റ് കണ്ടിന്യൂസ് എഴുതാം. സിമ്പിൾ പാസ്റ്റ് എഴുതാം, പാസ്റ്റ് കണ്ടിന്യൂസ് എഴുതാം. ക്ലിയർ ആണോ കുട്ടികളെ? ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റിന് പറഞ്ഞ കോഡ് ഏതായിരുന്നു ഇവിടെ? സിമ്പിൾ പാസ്റ്റിന് പറഞ്ഞ കോഡ് ഏതാ? അലി 2024 പ്ലസ് വീട്ടു. അലി 2024 പ്ലസ് വീട്ടു. എയിൽ വരുന്ന വാക്ക് എഗോ, എല്ലാണെങ്കിലോ ലാസ്റ്റ്, വൈ ആണെങ്കിലോ യെസ്റ്റർഡേ. 2024 എന്ന് പറഞ്ഞാലോ കുട്ടികളെ 2024 കഴിഞ്ഞു പോയ വർഷങ്ങൾ. ഇവയിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത് ഉത്തരം വരണം കുട്ടികളെ? V2 ഉത്തരമായിട്ട് വരണം. ഓക്കെ. ഇനി അതേപോലെ നമ്മൾ രണ്ടാമത് പറഞ്ഞത് ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് എ ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം. മൂന്ന് വാക്കുകൾ കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്താണ് കുട്ടികളെ? ഉത്തരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ V2 എഴുതുക. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് എന്ത് വന്നിട്ടുണ്ടാന്ന് നോക്കുക. ടു എന്ന പ്രിപ്പോസിഷൻ ആണെങ്കിൽ V1 ഉത്തരം. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ഫോർ എന്ന പ്രിപ്പോസിഷൻ ആണെങ്കിൽ ING ഉത്തരം. എന്നാൽ ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ഫോർ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതാ? 2 + V1 ഉത്തരം. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ വാസ് ഓർ വെയർ പ്ലസ് ING ആണ് ഉത്തരം. അപ്പോൾ നമ്മളൊരു കണ്ടീഷനാണ് പഠിച്ചത്. സെൻറ്റൻസിൻ്റെ ഒരു ഭാഗം പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനോടൊപ്പം രണ്ട് ടെൻസ് ചേരാന്ന് പറഞ്ഞു. ഏതൊക്കെ? പാസ്റ്റ് കണ്ടിന്യൂസും അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റും ചേരുമെന്ന് പറഞ്ഞു. ക്ലിയർ ആണോ കുട്ടികളെ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തതിലേക്ക് പോവാം. നോക്കിയേ, അടുത്തതാണ് നമ്മൾ അടുത്ത് പറഞ്ഞത് ഈ പാസ്റ്റ് ടെൻസിൽ സിമ്പിൾ പാസ്റ്റും പറഞ്ഞു, അതുപോലെ പാസ്റ്റ് കണ്ടിന്യൂസും പറഞ്ഞു. ഇനി നോക്കിയോണേ, കുറച്ച് കൺഫ്യൂസിങ് വേർഡ്സ് ആണ്. അതായത് നമ്മുടെ പാസ്റ്റ് ടെൻസിലും പാസ്റ്റ് പെർഫെക്റ്റിലൊക്കെ എഴുതുമ്പോൾ എങ്ങനെ വെർബുകൾക്ക് മാറ്റം വരാം, എപ്പോഴും നമ്മൾ തെറ്റിക്കുന്ന കുറച്ച് വാക്കുകളാണ്. ഒന്ന് പഠിച്ചു വയ്ക്കുക. നോക്കിയേ, ഒന്നാമത്തത് നോക്കിയേ, ലൈ. നമ്മൾ നേരത്തെയും മുമ്പത്തെ ടെൻസിൽ അല്ലെങ്കിൽ മുമ്പത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കാണ്. ലൈക്ക് രണ്ട് അർത്ഥമുണ്ട് കേട്ടോ. ലൈ കള്ളം പറയുക എന്നും അർത്ഥമുണ്ട്, അതേപോലെ എന്ത് ചെയ്യും ലൈ കിടക്കുക എന്നും അർത്ഥമുണ്ട് കേട്ടോ. കള്ളം പറയുക എന്ന അർത്ഥത്തിലാണെങ്കിൽ ലൈഡ് രണ്ട് രൂപം, ലൈഡ് എന്തെന്ന് പറയാൻ കൂട്ടില്ല, ലൈഡ് ING രൂപം ലൈയിങ് ആണ്. ലൈഡ് അപ്പൊ നമുക്ക് ലൈഡ് അർത്ഥം എന്താ? കള്ളം പറയുക എന്ന അർത്ഥത്തിലാണെങ്കിൽ V2 V3 ലൈഡ്. എന്നാലേ ലൈ കിടക്കുക എന്ന അർത്ഥത്തിലാണെങ്കിൽ അതിന്റെ V2 V3 ഏതാ? ലൈ LAY ലെയിൻ. അതിന്റെ ING ലൈയിങ് തന്നെയാണ്. ലെയിൻ എന്നാണ്. ലെയിൻ എന്നാണ്. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞേ. ലൈ കള്ളം പറയുക എന്ന അർത്ഥത്തിലാണെങ്കിൽ ലൈഡ്. ഇനി ലൈ കിടക്കുക എന്ന അർത്ഥമാണെങ്കിൽ ലെയിൻ. ഇനി ഈ ലേ എന്ന് പറയുന്നത് V1 ആയിട്ട് ഉപയോഗിച്ച ഇടുക, തറയിലേക്ക് ഇടുക എന്ന അർത്ഥത്തിലാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ V2 V3 ഏതാ? ലെയ്ഡ്. നമ്മൾ നേരത്തെ എന്ത് ചെയ്യും, പ്രസന്റിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെയ്ഡ് ലെയിങ് എന്ന് പറയുന്നു. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞേ, ലൈഡ് മൂന്ന് രൂപം. ലൈ കള്ളം പറയുക എന്ന അർത്ഥത്തിലാണെങ്കിൽ ലൈഡ്. ലൈ കിടക്കുക എന്ന അർത്ഥത്തിലാണെങ്കിൽ ലെയിന്. ലേ ഇടുക എന്ന അർത്ഥത്തിലാണെങ്കിൽ ലെയ്ഡ്. അടുത്ത് ഫാൾ വീഴുക എന്ന അർത്ഥത്തിലാണെങ്കിൽ അതിൻ്റെ V2 V3 ഏതാ? ഫാൾ ഫെല്ല്, അതുപോലെ ഫോളിങ് എന്ന് പറയും കേട്ടോ. ഫെല്ല് ഫോളിങ്. എന്നാലോ എന്ത് ചെയ്യുന്നൂടെ? ഫീലാണെങ്കിലോ കുട്ടികളെ, FEL ആണ്. ഫീലാണെങ്കിലോ ഫെൽറ്റ് എന്നാണ് കേട്ടോ. ഫെൽറ്റ് ഫീലിംഗ്. ഓക്കെ, അതും കൂടെ പഠിച്ചോണേ. അപ്പോൾ നോക്കിയേ, ഫാൾ വീഴുക എന്ന അർത്ഥത്തിലാണെങ്കിൽ ഫാൾ ഫെല്ല് ഫോളിങ് എന്ന് പറയുന്നു. ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിയുക. ഫീലാണെങ്കിലാ
ഫീല്, ഫെൽറ്റ്, ഫെൽറ്റ്, ഫീലിംഗ് എന്ന് പറയുന്നു. എന്നാൽ ഫ്ലോ ഒഴുകുക എന്ന അർത്ഥത്തിലാണെങ്കിലാ ഫ്ലോ, ഫ്ലൗഡ്, ഫ്ലൗഡ്, ഫ്ലോയിങ് എന്ന് പറയുന്നു. ഒഴുകുക, നദി ഫ്ലോ ചെയ്യുന്നു. ഫ്ലോയുടെ വീട്ടും വിത്രിയതാ ഫ്ലൗഡ്, ഫ്ലൗഡ്, ഫ്ലോയിങ് എന്ന് പറയുന്നു. എന്നാൽ ഫ്ലൈ പറക്കുക എന്ന അർത്ഥത്തിലാണെങ്കിലാ ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ, ഫ്ലോയിങ് എന്ന് പറയുന്നു. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ, ഫ്ലോയിങ് എന്ന് പറയുന്നു. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞേ. അപ്പോൾ ഫ്ലൈ ഫ്ലോ ഒഴുകുക എന്ന അർത്ഥത്തിലാണെങ്കിൽ ഫ്ലോ, ഫ്ലോഡ്, ഫ്ലോഡ്. ഫ്ലൈ പറക്കുക എന്ന അർത്ഥത്തിലാണെങ്കിൽ ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ എന്ന് പറയുന്നു. ഇനി ഹാങ്ങിന് രണ്ടർത്ഥമുണ്ട്. തൂക്കിയിടുക എന്ന അർത്ഥമുണ്ട്, തൂക്കി കൊല്ലുക എന്ന അർത്ഥമുണ്ട്. ഇനി ഇവിടെ നോക്ക്, ഈ ഹാങ്, ഹാങ് തൂക്കിയിടുക എന്ന അർത്ഥത്തിലാണെങ്കിൽ ഹങ്, ഹങ് എന്ന് പറഞ്ഞു. തൂക്കിയിടുക, നമ്മളൊരു സാധനമൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു എന്ന് പറയില്ലേ, ഷർട്ട് ഹാങ് ചെയ്തിരിക്കുന്നു. തൂക്കിയിടുക എന്ന അർത്ഥത്തിലാണെങ്കിൽ ഹാങ്, ഹങ്, ഹങ്, ഹാങ്ങിങ്. ഇനി തൂക്കി കൊല്ലുക എന്നാട്ടാ, തൂക്കി കൊല്ലുക എന്ന അർത്ഥത്തിലാണെങ്കിലാ, കൊല്ലുക എന്ന അർത്ഥത്തിലാണെങ്കിൽ ദി ഹാങ്ങിന്റെ 3 രൂപം പറ. ഹാങ്, ഹാങ്ഡ്, ഹാങ്ഡ്, ഹാങ്ങിങ്. അപ്പോൾ ഒന്നും കൂടെ വാക്കുകളത്ര എന്ന് പറഞ്ഞേ. ഇതെല്ലാം എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, നമുക്ക് മാറിപ്പോകുന്നതാണ്. ലൈ കള്ളം പറയുക എന്ന അർത്ഥത്തിലാണെങ്കിൽ ലൈ, ലൈഡ്, ലൈഡ്. ലൈ കിടക്കുക എന്ന അർത്ഥത്തിലാണെങ്കിലാ ലൈ, ലേ, ലെയിന്. ലേ ഇടുക എന്ന അർത്ഥത്തിലാണെങ്കിലാ ലേ, ലെയ്ഡ്, ലെയ്ഡ്. ഫോൾ വീഴുക എന്ന അർത്ഥത്തിലാണെങ്കിലാ ഫോൾ, ഫെല്ല്, ഫോളൻ. ഇനി ഫീലാണെങ്കിലാ ഫീൽ, ഫെൽറ്റ്, ഫെൽറ്റ്. അതുപോലെ ഫ്ലോ ഒഴുകുക എന്ന അർത്ഥത്തിലാണെങ്കിലാ ഫ്ലോ, ഫ്ലൗഡ്, ഫ്ലൗഡ്. ഇനി ഫ്ലൈ പറക്കുക എന്ന അർത്ഥത്തിലാണെങ്കിലാ ഫ്ലൈ, ഫ്ലൂ, ഫ്ലോണ്. ഹാങ് തൂക്കിയിടുക എന്ന അർത്ഥത്തിലാണെങ്കിലാ ഹാങ്, ഹങ്, ഹങ്. തൂക്കി കൊല്ലുക എന്ന അർത്ഥത്തില ഹാങ് പറഞ്ഞാലോ ഹാങ്ഡ്, ഹാങ്ഡ്. ഈ വേർബ്സ് എല്ലാം ഒന്ന് നോക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺഫ്യൂസിങ് വേർബ്സ് ആണ് കേട്ടോ. V2, V3 കൺഫ്യൂസിങ് വരുന്ന വേർബ്സ് ആണ്, മറക്കൂലല്ലോ. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിയേ. അടുത്ത് നമ്മൾ പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് കേട്ടോ. പാസ്റ്റ് പെർഫെക്റ്റ് ആണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. വേറെ ഒന്നുമില്ല. പാസ്റ്റ് ഇതിനകത്ത് നിന്ന് വേറെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചോദ്യങ്ങളാണ് വരുന്നത്. അതും കണ്ടീഷൻ ബേസ്ഡ് ചോദ്യങ്ങളാണ്. അതായത് ഒരു ഭാഗം നോക്കിയിട്ട് മറുഭാഗം എഴുതും. നമ്മൾ നേരത്തെ പാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞില്ലേ, ഒരു ഭാഗം പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനോടൊപ്പം ചേരുന്ന 2 ടെൻസ് ഉണ്ട്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്. അതേപോലത്തെ ഒരു ടൈപ്പാണ് ഇവിടെ വരുന്നത്. അങ്ങനെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. നോക്കിയേ, എന്നാൽ ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. പ്രസന്റ് പെർഫെക്റ്റിന് എങ്ങനെ പറഞ്ഞു കൂട്ടില്ലേ, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എന്നാണ് പറഞ്ഞത് അല്ലേ. അത് പാസ്റ്റ് ആവുമ്പം ഹാസ്, ഹാവിൻ്റെ പാസ്റ്റ് ഹാഡ് ആക്കുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ പറയാം, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് എന്നാണ് പഠിക്കുക. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. ക്ലിയർ ആണോ? നോക്കിയേ. അതേപോലെ 2 എക്സാമ്പിൾ. ഇവിടെ സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും നമുക്ക് എന്തിനെ എഴുതാം കൂട്ടില്ലേ, ഹാഡ് പ്ലസ് V3 തന്നെ എഴുതാം. കാരണം ഹാഡ് സിംഗുലാറും ആണ് പ്ലൂറലും ആണ്. 2 എക്സാമ്പിൾ നോക്കിയേ. ഹി ഹാഡ് റിട്ടൺ ആൻ എക്സാം. കണ്ടല്ലോ, ഹി സിംഗുലാർ, ഹാഡ് റിട്ടൺ വന്നിട്ടുണ്ട്, ആൻ എക്സാം. അടുത്ത് ദേ ആണെങ്കിലോ, ദേ ഹാഡ് റിട്ടൺ ആൻ എക്സാം. ദേ പ്ലൂറലാണ്, അവിടെയും ഹാഡ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഇക്വേഷൻ ഏതാണെന്ന് പറഞ്ഞു, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. ഈ ഹാഡ് പ്ലസ് V3 എന്ന് ഓർമ്മയിലിരുന്നാൽ മതി, ഹാഡ് പ്ലസ് V3. ഓക്കെ ആണോ? ഇനി നോക്കിയേ, നമുക്ക് ചോദ്യങ്ങൾ വരുന്ന ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം തന്നിട്ടൊന്നും ചോദ്യമൊന്നും വരുന്നില്ല. നമുക്ക് വരുന്ന ചോദ്യം ഇതാണ്, സെൻറ്റൻസിൻ്റെ ഒരു ഭാഗം നോക്കിയിട്ട് ഉത്തരം എഴുതണം. ഇപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ആണെന്ന് പറഞ്ഞു അല്ലേ. അതിൻ്റെ ചോദ്യം വരുന്നത് എങ്ങനെയാണ് കുട്ടികളെ, സെൻറ്റൻസിന് 2 പാർട്ട് കാണും. സെൻറ്റൻസിന് എത്ര പാർട്ട് ഉണ്ടോ? 2 പാർട്ട്. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ആണ് തന്നിരിക്കുന്ന ഒരു ഭാഗം, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്നെങ്ങനെ മനസ്സിലാക്കാം, ഹാഡ് പ്ലസ് V3 വന്നിരിക്കുന്നു. മറുഭാഗത്ത് എന്ത് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ, സിമ്പിൾ പാസ്റ്റ്. അപ്പം ഹാഡ് പ്ലസ് V3യോടൊപ്പം ചേരുന്ന ടെൻസ് ഏതെന്ന് ചോദിച്ചാൽ സിമ്പിൾ പാസ്റ്റ് മാത്രമേ ഉള്ളൂ. അതായത് പാസ്റ്റ് പെർഫെക്റ്റിനോടൊപ്പം ചേരുന്ന ടെൻസ് സിമ്പിൾ പാസ്റ്റേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, നേരത്തെ നമ്മൾ V2നോടൊപ്പം വാസ് ഓർ വെയർ പ്ലസ് ING ചേരും എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ എന്നാ പറയുന്നു, ഹാഡ് പ്ലസ് V3യോടൊപ്പം V2 ചേരുന്നു. രണ്ടും വ്യത്യാസമാണ്. ഇവിടെ പറയുന്ന ആക്ഷൻ മെത്തേഡിലാണ്. മറ്റേതാണെങ്കിലാ ഒരു കാര്യം കഴിഞ്ഞപ്പോഴും മറ്റൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ പറയുന്നു. ഇവിടെ അങ്ങനെയല്ല, 2 കാര്യവും കഴിഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ ഒന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ മറ്റത് അതിന് മുമ്പേ കഴിഞ്ഞു എന്ന് പറയുന്നു, അങ്ങനെ വരുന്നു. ഇവിടെ ആക്ഷൻ മെത്തേഡിലാണ് കാര്യം ചെയ്യുന്നത്. എന്തായാലും ഈ ചോദ്യങ്ങൾ വരുന്നതിലോ മറ്റേ ഓപ്ഷൻസ് വരാറുമില്ല, അധികം വരത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. ഇവിടെ ആക്ഷൻ മെത്തേഡിലാണ്.
ഒരു സെന്റൻസിനകത്ത് രണ്ട് ഭാഗം, അതിൽ ആദ്യം നടന്ന പ്രവൃത്തി, രണ്ട് പ്രവൃത്തികൾ ആദ്യം നടന്ന പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ട്രെയിൻ പോയി കഴിഞ്ഞു. ഇവിടെ ആദ്യം നടന്ന പ്രവൃത്തി ഏതാണ് കുട്ടികളെ? ട്രെയിൻ പോയി കഴിഞ്ഞത്. അത് ഹാഡ് പ്ലസ് V3 എഴുതുക. മറ്റേത് രണ്ടാമത് നടന്ന പ്രവൃത്തി എപ്പോഴും സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും, V2 എഴുതുക. ഇത്രയുള്ള കാര്യം. അത് തന്നെയാണ് പ്രീവിയസ് ചോദ്യവും. അപ്പോൾ നമ്മൾ പറഞ്ഞത് സെൻറ്റൻസിന് രണ്ട് പാർട്ട്, അതിലാദ്യം അതായത് സെൻറ്റൻസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ അതിൻ്റെ മറുഭാഗത്ത് V2 എഴുതുക. എങ്ങനെ? ആക്ഷൻ മെത്തേഡിലാണ് പറയുന്നത്. ഫസ്റ്റ് ആക്ഷൻ, രണ്ട് പ്രവൃത്തികളിൽ ആദ്യം നടന്ന പ്രവൃത്തി ഹാഡ് പ്ലസ് V3, രണ്ടാമത് നടന്ന പ്രവൃത്തി സിമ്പിൾ പാസ്റ്റും ആയിരിക്കും. മറക്കൂലല്ലോ. ഇവിടെ ആക്ഷൻ മെത്തേഡിലാണ് പറയുന്നത്. ഇവിടെ രണ്ട് പ്രവൃത്തികളും കഴിഞ്ഞു എന്നർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ V2നോടൊപ്പം വാസ് ഓർ വെയർ പ്ലസ് ഐ ചേർത്തൊന്നും പറയരുത്. ഇവിടെ അതല്ല, ഇവിടെ രണ്ട് കാര്യങ്ങളും കഴിഞ്ഞതാണ്. മറ്റേതാണെങ്കിലാ ഒരു പ്രവൃത്തി കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥത്തിലാണ് എടുക്കുന്നത് കേട്ടോ. ഓർമ്മയിലിരിക്കണേ. ഇപ്പോൾ സെൻറ്റൻസിൻ്റെ ഒരു ഭാഗത്ത് അപ്പം പാസ്റ്റ് പെർഫെക്റ്റിനോടൊപ്പം ചേരുന്ന ഒരേ ഒരു ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇത് തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങൾ പ്രീവിയസ് ചോദ്യങ്ങൾ എല്ലായിടത്തും വെച്ച് നോക്കിയേ. ചോദ്യം നോക്കിയേ. ദേ വെന്റ് ഹോം ആഫ്റ്റർ ദേ ഡാഷ് ദെയർ വർക്ക്. ദേ വെന്റ് ഹോം ആഫ്റ്റർ ദേ ഡാഷ് ദെയർ വർക്ക്. നിങ്ങൾ തന്നെ പറ. ഇവിടെ വെന്റ് എന്ന് പറയുന്നത് V2 ആണ്. അപ്പോൾ V2 എന്ന് കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത് വരാമെന്ന് പഠിച്ചു നമ്മൾ? വാസ് ഓർ വെയർ പ്ലസ് ING വരാം, V2 വരാം, ഹാഡ് പ്ലസ് V3 വരാമെന്ന് പഠിച്ചു. ഇവിടെ വാസ് ഓർ വെയർ പ്ലസ് ING വല്ലതും ഉണ്ടോ ഓപ്ഷനിൽ? ഫിനിഷ്ഡ്, ഹാഡ് ഫിനിഷ്ഡ്, ഫിനിഷ്, വിൽ ഫിനിഷ് ഉണ്ടോ? ഇല്ല. എന്ത് കിടക്കുന്നു എന്നാ? ഹാഡ് പ്ലസ് V3. അപ്പോൾ ഹാഡ് പ്ലസ് V3. ഇവിടെ നമുക്ക് ആക്ഷൻ മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത്. ദേ വെന്റ് ഹോം, അവർ വീട്ടിൽ നിന്ന് പോയപ്പോഴേക്കും എന്ത് ചെയ്യുന്നു? പോയപ്പോഴേക്കും ദേ ഡാഷ് ദെയർ വർക്ക്, അവരുടെ വർക്ക് ഫിനിഷ് ചെയ്തു. ആദ്യം വർക്ക് ഫിനിഷ് ചെയ്യാണ് എന്നിട്ടാണ് പോയത്. അപ്പോൾ ആദ്യം നടന്ന പ്രവൃത്തി ഹാഡ് പ്ലസ് V3, രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റ്. അടുത്ത് നോക്കിയാണ്ടേ. വെൻ ദ ഡോക്ടർ കെയിം ദ പേഷ്യൻ്റ് ഡാഷ്. ഇവിടെ കെയിം എന്ന് പറയുന്നത് V2 ആണ്. V2നോടൊപ്പം എന്ത് ചേരാം? ഹാഡ് പ്ലസ് V3 ചേരാമെന്ന് ഇപ്പോൾ പഠിച്ചു. ഡൈഡ് ഉണ്ട്, ഹാസ് ഡൈഡ് ഉണ്ട്, ഡൈ ഉണ്ട്, ഹാഡ് ഡൈഡ് ഉണ്ട്. ഏത് വരുന്നു കുട്ടികളെ? ഹാഡ് ഡൈഡ്. സെക്കൻഡ് ആക്ഷനാണ്. ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോഴേക്കും പേഷ്യൻ്റ് മരിച്ചു. പേഷ്യൻ്റ് മരിച്ചത് ആദ്യം നടന്ന പ്രവൃത്തി, ഡോക്ടർ വന്നത് രണ്ടാമത് നടന്ന പ്രവൃത്തി. രണ്ട് ആക്ഷൻസ്. അതിൽ ആദ്യം നടന്ന പ്രവൃത്തി എന്ന് പറയുന്നത് പേഷ്യൻ്റ് മരിച്ചു, രണ്ടാമത് നടന്ന പ്രവൃത്തി ഡോക്ടർ വന്നു. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിയേ. വെൻ ഐ ഡാഷ് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. കണ്ടല്ലോ, ഒരു ഭാഗത്ത് ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ മറുഭാഗത്ത് ഏത് ചേരുള്ളൂ? V2 ആണ് ഉത്തരം. ലീവ് ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്, അതുപോലെ ഹാഡ് ലെഫ്റ്റ് ഉണ്ട്, വിൽ ലെഫ്റ്റ് ഉണ്ട്. ഏത് ഉത്തരം വരുന്നു കൂട്ടലെ? ലെഫ്റ്റ് അവിടെ ഉത്തരമായിട്ട്. ലീവിൻ്റെ V2 ആണ് ലെഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻറ്റൻസിൻ്റെ ഒരു ഭാഗം ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ മറുഭാഗത്ത് വരുന്നത് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് പറഞ്ഞു. ചോദ്യം നോക്കിയേ. അടുത്തത്. ഹി ഡാഷ് ഹിസ് വർക്ക് ബിഫോർ ഹി വെന്റ് എവേ. കണ്ടല്ലോ, ഇവിടെ വെന്റ് എന്ന് പറയുന്നത് V2 ആണ്. വെന്റ് എന്ന് പറയുന്നത് V2. അപ്പോൾ മറുഭാഗത്ത് ഏത് വരാം? ഹാഡ് പ്ലസ് V3 വരാം. മറുഭാഗത്ത് ഏത് വരാം കൂട്ടല്ലേ? ഹാഡ് പ്ലസ് V3 വരാം. അപ്പോൾ നോക്കിയേ, ഓപ്ഷനിൽ ഫിനിഷ് ഉണ്ട്, ഫിനിഷ്ഡ് ഉണ്ട്, ഈസ് ഫിനിഷിംഗ് ഉണ്ട്, ഹാഡ് ഫിനിഷ്ഡ്. അപ്പോൾ നമുക്ക് ഏത് ഉത്തരം? ഹാഡ് ഫിനിഷ്ഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഐ ഡാഷ് ദ നോവൽ ബിഫോർ മൈ ഫ്രണ്ട് കെയിം. കണ്ടല്ലോ, ഹാഡ് റെഡ് ഉണ്ട്, റീഡ് ഉണ്ട്, വിൽ റീഡ് ഉണ്ട്, അതുപോലെ റീഡ്സ് ഉണ്ട്. ഏത് വരുന്നൂടെ? തന്നിരിക്കുന്നതിൽ കെയിം എന്ന് പറയുന്ന വേർബ് V2 ആണ്. അതിനോടൊപ്പം ഹാഡ് പ്ലസ് V3 ചേരാം എന്ന് പഠിച്ചു അല്ലേ? അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നു? ഹാഡ് റെഡ് വരുന്നു. ഹാഡ് റെഡ്. റീഡിൻ്റെ V2ഉം V3യും റെഡ് എന്നാണ്. ഉച്ചാരണം വ്യത്യാസം എന്ന സ്പെല്ലിങ് ഒരുപോലെയാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് പാസ്റ്റ് ഒന്ന് പറഞ്ഞേ, ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. സിമ്പിൾ പാസ്റ്റ് പറഞ്ഞ കോഡ് ഏതായിരുന്നു കൂട്ടില്ലേ? അലി 2024 പ്ലസ് V2. 2024 പ്ലസ് V2. എയിൽ വരുന്ന വാക്ക് എഗോ. എല്ലാണെങ്കിലോ ലാസ്റ്റ്, വൈ ആണെങ്കിലോ എസ്റ്റോടെ 2024 എന്ന് പറഞ്ഞാലോ കഴിഞ്ഞുപോയ വർഷം. പാസ്റ്റ് കണ്ടിന്യൂസിന് പറഞ്ഞ ഒരു കണ്ടീഷൻ അതിലേ ചോദ്യം വന്നിട്ടുള്ളൂ. തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ഒരു ഭാഗം പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനോടൊപ്പം രണ്ട് ടെൻസ് ചേരാം. ഏതൊക്കെ? സിമ്പിൾ പാസ്റ്റും ചേരാം, പാസ്റ്റ് കണ്ടിന്യൂസും ചേരാം. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാഡ് പ്ലസ് V3 ആണ് വരേണ്ടത്. അപ്പോൾ സെൻറ്റൻസിൻ്റെ ഒരു ഭാഗം ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ മറുഭാഗത്ത് ഏത് ഉത്തരം വരാമെന്ന് പറഞ്ഞു? V2 ഉത്തരമായിട്ട് വരാമെന്ന് പറഞ്ഞു. V2 ഉത്തരമായിട്ട് വരാം. ക്ലിയർ ആണോ കുട്ടികളെ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്ത് നോക്കിയേ.
ഒരു ചെറിയ യൂസേജ്, പാസ്റ്റ് പെർഫെക്റ്റിന്റെ ചെറിയൊരു യൂസേജ് ആണ്, പഠിച്ചു വെച്ചോണം. നോക്കിയോ, ബൈ ദിസ് ടൈം ലാസ്റ്റ്, ആ പ്രയോഗം എന്ന് പറഞ്ഞാൽ കൂട്ടല്ലേ, ബൈ ദിസ് ടൈം ലാസ്റ്റ് എന്ന പ്രയോഗം ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈ ദിസ് ടൈം എന്ന് പറഞ്ഞാൽ ഈ സമയമാകുമ്പോഴേക്കും എന്നർത്ഥത്തിലാണ്. ലാസ്റ്റ് പാസ്റ്റിനെ സൂചിപ്പിക്കുന്നു. ഈ സമയമാകുമ്പോഴേക്കും ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അപ്പോൾ നമ്മൾ ഹാഡ് പ്ലസ് വി ത്രീ വരണം. അപ്പോൾ നോക്കിയാണ്ടേ, ബൈ ദിസ് ടൈം ലാസ്റ്റ് എന്ന പ്രയോഗം വരുന്ന സെന്റൻസുകളിൽ ഉത്തരം ഏത് എഴുതി കൊടുക്കുക? ഹാഡ് പ്ലസ് വി ത്രീ ആണ് ഉത്തരം. പറഞ്ഞേ ബൈ ദിസ് ടൈം ലാസ്റ്റ് എന്ന പ്രയോഗം വരുന്ന സെന്റൻസ്. നല്ലൊരു ചോദ്യമാണ് ബൈ ദിസ് ടൈം. കാരണം ഈ ബൈ ദിസ് ടൈം എന്ന യൂസേജ് നമ്മൾ ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബൈ ദിസ് ടൈം കണ്ട ഉടനെ പിള്ളേർ എന്ത് ചെയ്യും? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കും. തെറ്റിപ്പോവും. അവിടെ ബൈ ദിസ് ടൈം കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്ന പ്രയോഗം, ലാസ്റ്റ് പാസ്റ്റ് ആണ്. അപ്പം നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കണം? പാസ്റ്റിൽ കഴിഞ്ഞ കാര്യങ്ങൾ പറയുന്നു, ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ പറയുന്നു. ഏതായിരിക്കണം? ഹാഡ് പ്ലസ് വി ത്രീ അല്ലേ? അപ്പം അത്രയുള്ള കാര്യം. എന്നാൽ ബൈ ദിസ് ടൈം കഴിഞ്ഞിട്ട് നെക്സ്റ്റ്, ടുമോറോ, നമ്മൾ ഫ്യൂച്ചർ പഠിക്കും. ബൈ ദിസ് ടൈം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്നോ ടുമോറോ, ഇതൊക്കെ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന വാക്ക്. വന്നാൽ വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ ആണ്. നമ്മൾ ഫ്യൂച്ചർ ടെൻസിൽ പഠിക്കും ആ സാധനം. അതും കോഡ് വെച്ചിട്ട് നമ്മൾ പഠിക്കും, വളരെ പെട്ടെന്ന് പഠിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞ യൂസേജ് ഏതാ? ബൈ ദിസ് ടൈം ലാസ്റ്റ് എന്ന പ്രയോഗം വന്നു കഴിഞ്ഞാൽ ഉത്തരം ഹാഡ് പ്ലസ് വി ത്രീ എഴുതുക. ഉത്തരം ഏതെഴുതുക? ഹാഡ് പ്ലസ് വി ത്രീ. ചോദ്യം നോക്കിയേ, ബൈ ദിസ് ടൈം ലാസ്റ്റ് ഡേ, ബൈ ദിസ് ടൈം ലാസ്റ്റ് ഡേ ഐ ഡാഷ് എ മൂവി. ബൈ ദിസ് ടൈം ലാസ്റ്റ് ഡേ ഐ ഡാഷ് എ മൂവി. സീനുണ്ട്, അതുപോലെ സോയുണ്ട്, അതുപോലെ സീ ഉണ്ട്, അതുപോലെ ഹാഡ് സീനും ഉണ്ട്. ഏത് ഉത്തരം വരുന്ന കൂട്ടിലെ? നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഹാഡ് സീൻ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്ന കൂട്ടിലെ? ഹാഡ് സീൻ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് പറഞ്ഞു? ബൈ ദിസ് ടൈം ലാസ്റ്റ് എന്ന പ്രയോഗം വരുന്ന സെന്റൻസുകളിൽ മറുഭാഗത്ത് ബൈ ദിസ് ടൈം ഏത് ഉത്തരം എഴുതാം? അതിനോടൊപ്പം ഹാഡ് പ്ലസ് വി ത്രീ എഴുതാം. ബൈ ദിസ് ടൈം ലാസ്റ്റിനോടൊപ്പം ഹാഡ് പ്ലസ് വി ത്രീ ഉത്തരമായിട്ട് എഴുതാം. ബൈ ദിസ് ടൈം ലാസ്റ്റ് ഡേ ഐ ഡാഷ് എ മൂവി. ഏത് വരുന്നു? ഹാഡ് സീനോട് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത് നോക്കിയേ, ബൈ ദിസ് ടൈം ലാസ്റ്റ് മന്ത്, ബൈ ദിസ് ടൈം ലാസ്റ്റ് മന്ത് മൈ ഫാദർ ഡാഷ് ടു ദുബായ്. ബൈ ദിസ് ടൈം ലാസ്റ്റ് മന്ത് മൈ ഫാദർ അല്ലെങ്കിൽ മൈ ഫാദർ ഡാഷ് ടു ദുബായ്. നോക്കട്ടെ, ബൈ ദിസ് ടൈം ലാസ്റ്റ് എന്ന പ്രയോഗം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉത്തരം ഏത് വരണം കൂട്ടലെ? ഹാഡ് പ്ലസ് വി ത്രീ. വെന്റ് ഉണ്ട്, ഹാസ് ഗോൺ ഉണ്ട്, ഹാഡ് ഗോൺ ഉണ്ട്, ഗോസ് ഉണ്ട്. ഏത് വരുന്നു കുട്ടികളെ? ഹാഡ് ഗോൺ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? ഹാഡ് ഗോൺ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ അത്രയേ ഉള്ളൂ പാസ്റ്റ് പെർഫെക്റ്റ്. രണ്ട് കാര്യങ്ങളാണ്. ഒരു കണ്ടീഷനും പഠിച്ചു, ഒരു എന്ത് ചെയ്യുന്നു ഏതും പഠിച്ചു, ഒരു വേർഡ്, ഒരു യൂസേജും പഠിച്ചു. ഇന്ന യൂസേജ് വന്നാൽ അല്ലെങ്കിൽ ഇന്ന ഒരു വേർഡ് വന്നാൽ അല്ലെങ്കിൽ ഇന്ന ഒരു യൂസേജ് വന്നു കഴിഞ്ഞാൽ അവിടെ ഉത്തരം ഹാഡ് പ്ലസ് വി ത്രീ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത് നോക്കിയേ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കേട്ടോ. എന്തെന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റിലെ ഏറ്റവും അവസാനത്തെ ടെൻസാണ്. നോക്കിയാണ്ടേ എന്ത് ചെയ്യും? ഇവിടെ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് ഐ എൻ ജി പ്ലസ് ഒബ്ജക്റ്റ്. എന്തെന്ന് പഠിക്കുക? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് ഐ എൻ ജി പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് ഐ എൻ ജി പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിലും സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലും നമുക്ക് എന്ത് തന്നെ എഴുതാൻ കൂട്ടില്ല? ഹാഡ് ബീൻ പ്ലസ് ഐ എൻ ജി തന്നെ എഴുതാം. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും എന്ത് തന്നെ എഴുതി കൊടുക്കുക? ഹാഡ് ബീൻ പ്ലസ് ഐ എൻ ജി. നോക്കിയേ, എക്സാമ്പിൾ, they had been writing an exam. they had been writing an exam. they plural ആണ്, had been writing എഴുതിയിട്ടുണ്ട്. അടുത്ത നോക്കിയേ, he had been writing an exam. he singular ആണ്, had been writing an exam എഴുതിയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഇക്വേഷൻ എങ്ങനെയാ? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് ഐ എൻ ജി പ്ലസ് ഒബ്ജക്റ്റ്. ഇത് നമ്മൾ ആ സെൻറ്റൻസ് എഴുതാൻ പഠിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ ഇതുകൊണ്ട് നമുക്ക് കിട്ടില്ല. പഠിക്കേണ്ടത് ഇതാണ്. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഇതേ ഉള്ളൂ. ഇതാ ഈ ഒരു കാര്യം പഠിക്കാം. സിൻസ് അല്ലെങ്കിൽ ഫോർ. നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് വരും. സിൻസ് ഫോർ വരുന്ന സെൻസിൽ നമ്മൾ കഴിഞ്ഞ പ്രസന്റ് ടെൻസിൽ ഏത് പഠിച്ചു? ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജി ആയിരുന്നു നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ? പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും. ഇവിടെ ഞാൻ പറയുന്നു സിൻസ് ഫോർ വന്നു കഴിഞ്ഞാൽ ഹാഡ് ബീൻ പ്ലസ് ഐ എൻ ജി എഴുതാൻ. അപ്പോൾ നിങ്ങൾ പറയും, മനുഷ്യ നിങ്ങൾ നേരത്തെ അല്ലേ പറഞ്ഞത് അത് എഴുതാനെന്ന് പറഞ്ഞില്ലേന്ന്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ചെറിയ കുരുക്കൾ ഇതിനകത്ത് കൊണ്ട്. സിൻസ് ഫോർ വരുന്ന സെൻസിൽ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ വന്നു. ഏതിനെ സൂചിപ്പിക്കുന്ന വാക്ക് വന്നു കിട്ടില്ലേ? സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെൻറ്റൻസുകളിൽ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരം ഏത് എഴുതി കൊടുക്കണം? പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദിസിൻ്റെ പാസ്റ്റാണ് ദാറ്റ് എന്ന് പറയുന്നത്.
ദീസിൻ്റെ പാസ്റ്റാണ് എന്ത് ചെയ്യും ദോസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. പിന്നെ ഒരു ഭാഗത്ത് പാസ്റ്റ് ടെൻസ് ഏതെങ്കിലും വന്നു, V2 ഏതെങ്കിലും വന്നിരിക്കുന്നു, അതൊക്കെ വന്നു കഴിഞ്ഞാൽ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളായിട്ട് മാറി അല്ലേ. അപ്പം അങ്ങനെ ഏതെങ്കിലും വാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഉത്തരം എഴുതാം? ഹാഡ് ബീൻ പ്ലസ് ING എഴുതാം. എന്തെഴുതാം കുട്ടികളെ? ഹാഡ് ബീൻ പ്ലസ് ING. ഡൗട്ട് മാറിയാ? അപ്പോൾ സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെൻറ്റൻസിൽ എപ്പോഴും ഉത്തരം ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING തന്നെയാണ്. എന്നാൽ സിൻസ് ഫോർ വരുന്ന സെൻറ്റൻസിൽ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ വന്നാൽ ഉത്തരം ഏതിലേക്ക് വരുന്നു? ഹാഡ് ബീൻ പ്ലസ് INGയിലേക്ക് വരുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നോക്കിയേ. ഹി ഡാഷ് ദാറ്റ് എക്സാം സിൻസ് മോർണിംഗ്. ഹി ഡാഷ് ദാറ്റ് എക്സാം സിൻസ് മോർണിംഗ്. ഹാസ് ബീൻ റൈറ്റിംഗ് ഉണ്ട്, ഹാഡ് ബീൻ റൈറ്റിംഗ് ഉണ്ട്, അതുപോലെ വിൽ ബി റൈറ്റിംഗ് ഉണ്ട്, റൈറ്റ്സ് ഉണ്ട്. പറഞ്ഞേ നോക്ക്, സിൻസ് വന്നിരിക്കുന്ന ചോദ്യം നമുക്ക് ഏതെഴുതാം? ഹാസ് ബീൻ എഴുതാം, ഹാഡ് ബീനും എഴുതാം, രണ്ടും എഴുതാം. ഹി ആയതുകൊണ്ട് രണ്ടും എഴുതാം. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്താ? പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ വല്ലതും ഉണ്ടോ നോക്കാം. നോക്കിയേ, ദാറ്റ് എന്ന് പറയുന്ന പാസ്റ്റിനെ സൂചിപ്പിക്കുന്നു, മുകളിൽ എഴുതി വെച്ചു. ഉത്തരം ഏത് എഴുതാൻ പറ്റുള്ളൂ? ഹാഡ് ബീൻ പ്ലസ് ING എഴുതാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ കുട്ടികളെ? ഹാഡ് ബീൻ പ്ലസ് ING ഉത്തരമായിട്ട് വരണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? വളരെ എളുപ്പം അല്ലേ. അപ്പോൾ സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെൻറ്റൻസുകളിൽ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏത് എഴുതുക? ഹാഡ് ബീൻ പ്ലസ് ING ഉത്തരമായിട്ട് എഴുതുക. മറക്കരുതേ. ഓക്കെ ആണല്ലോ? അവിടെ നോക്കിയോ, ഒരു കാര്യവും കൂടെ പറഞ്ഞാൽ ഒരു ഡൗട്ട് ഉണ്ടോ? ഒരു കാര്യം കൂടെ. സിൻസ് നിങ്ങൾ പഠിച്ചോണേ. സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെൻറ്റൻസുകളിൽ ലാസ്റ്റ് എന്ന വാക്ക് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ലാസ്റ്റ്. അപ്പോൾ ലാസ്റ്റ് പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അപ്പോൾ ലാസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം ഏത് എഴുതണം കുട്ടികളെ? ഹാസ് ബീൻ, ഹാസ് ബീൻ അല്ലെങ്കിൽ ഹൗ ബീൻ, ഹാസ് ബീൻ അല്ലെങ്കിൽ ഹൗ ബീൻ പ്ലസ് ING തന്നെ എഴുതണം കേട്ടോ. മറക്കല്ല, ഈ ഒരു സാധനം ഓർമ്മയിലിരിക്കണേ. സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെൻറ്റൻസുകളിൽ ലാസ്റ്റ് എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹൗ ബീൻ പ്ലസ് ING തന്നെ എഴുതണം. ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്ത് ചെയ്യുന്നൂടെ? അപ്പോൾ നമ്മൾ മൈ ഫാദർ, നമുക്കിത് എങ്ങനെയാണ് കിടക്കുന്നത്? മൈ ഫാദർ ചോദ്യം നോക്കിയാണ്ടേ. മൈ ഫാദർ ഡാഷ് ഡാഷ് എ ഫാക്ടറി, ഡാഷ് എ ഫാക്ടറി ഫോർ ലാസ്റ്റ് 2 days, ഫോർ ലാസ്റ്റ് 2 days. ഹാസ് ബീൻ വർക്കിംഗ്, ഹാസ് ബീൻ വർക്കിംഗ് ഉണ്ട്, അതേപോലെ വിൽ ബി വർക്കിംഗ് ഉണ്ട്. ഏത് ഉത്തരം വരും കുട്ടികളെ? വിൽ ബി വർക്കിംഗ് ഉണ്ട്. ഏത് ഉത്തരം വരുന്നു? നമുക്ക് ഉത്തരമായിട്ട് എഴുതേണ്ടത് ഏതാണ്ട് ഹാസ് ബീൻ വർക്കിംഗ് ആണ്. അപ്പോൾ ലാസ്റ്റ് വന്നിട്ടുണ്ട്, അവിടെ ഹാസ് ബീൻ വർക്കിംഗ് ആണ് എഴുതേണ്ടത്. അതും കൂടെ ഒന്ന് ഓർമ്മയിരിക്കണം, ഈ ഒരു വാക്കിൻ്റെ കാര്യം മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് പാസ്റ്റ് ടെൻസ് പറഞ്ഞത്. വളരെ എളുപ്പമില്ലേ? എനിക്ക് തോന്നുന്നു പ്രസന്റിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. പക്ഷേ രണ്ട് കണ്ടീഷനും ഓർമ്മയിലിരിക്കണം. ആ രണ്ട് കണ്ടീഷനിലാണ് മൊത്തവും ചോദ്യവും കിടക്കുന്നത്. സിമ്പിൾ പാസ്റ്റിലും പാസ്റ്റ് പെർഫെക്റ്റിലുമാണ് ചോദ്യങ്ങൾ അത്രയും വന്നിട്ടുള്ളത്. നിങ്ങൾ പ്രീവിയസ് ചോദ്യങ്ങൾ ഏതെടുത്ത് നോക്കിയാലും അറിയാൻ പറ്റും അല്ലേ. സിമ്പിൾ പാസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയും അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ചോദ്യങ്ങൾ അത്രയും വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് പറഞ്ഞേ, പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത് പറഞ്ഞ സിമ്പിൾ പാസ്റ്റ് കോഡ് ഏത് പറഞ്ഞു കൂട്ടുകളെ? അലി 2024 പ്ലസ് V2. എയിൽ വരുന്ന വാക്ക് ഉറച്ചു പറ. എഗോ. എല്ലാണെങ്കിലോ ലാസ്റ്റ്. വൈ ആണെങ്കിലോ യെസ്റ്റർഡേ. 2024 കഴിഞ്ഞു പോയ വർഷങ്ങൾ. ഇനി അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് എ ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം. ഈ വാക്കുകൾ കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഉത്തരം V2. ഈ വാക്കിലിൻ്റെ 2 വന്നു കഴിഞ്ഞാൽ ഉത്തരം V1. ഈ വാക്കിലിൻ്റെ 4 വന്നു കഴിഞ്ഞാൽ ഉത്തരം ING. 4 കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഉത്തരം ഇത് 2 + V1 ആണെന്ന് പറഞ്ഞു. കഴിഞ്ഞ് പറഞ്ഞത് അടുത്ത് പറഞ്ഞ ഏതായിരുന്നു ഇവിടെ? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. വാസോർ എയർ പ്ലസ് ING. സെൻറ്റൻസിൻ്റെ ഒരു ഭാഗം പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ മറുഭാഗത്ത് 2 ടെൻസ് തരാം. ഏതൊക്കെ? സിമ്പിൾ പാസ്റ്റ് എഴുതാം, പാസ്റ്റ് കണ്ടിന്യൂസ് എഴുതാം. ഏതെങ്കിലും ഒന്നേ ഓപ്ഷനിൽ കാണുള്ളൂ. അടുത്ത് നമ്മൾ പറഞ്ഞത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റിന് പറഞ്ഞ കോഡ് ഏതായിരുന്നു? അല്ല, കോഡല്ല, ഹാഡ് പ്ലസ് V3 ആണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. പരസ്പരം കണക്ട് ചെയ്ത് എങ്ങനെ പറയാം? ഹാഡ് പ്ലസ് V3, അതായത് പാസ്റ്റ് പെർഫെക്റ്റിനോടൊപ്പം സിമ്പിൾ പാസ്റ്റ് മാത്രമേ ചേരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇനി ബൈ ദിസ് ടൈം ലാസ്റ്റ്, ബൈ ദിസ് ടൈം ലാസ്റ്റ് എന്ന പ്രയോഗം വരുന്ന സെൻറ്റൻസുകളിൽ ഏത് ഉത്തരം എഴുതാൻ പറഞ്ഞു? ഹാഡ് പ്ലസ് V3. നല്ലൊരു ചോദ്യമാണേ. ബൈ ദിസ് ടൈം ലാസ്റ്റ് എന്ന് പറയുന്ന യൂസേജ് വരുന്ന സെൻറ്റൻസുകളിൽ ഹാഡ് പ്ലസ് V3 ആണ് ഉത്തരം എഴുതേണ്ടത്. കഴിഞ്ഞ് പറഞ്ഞത് സിൻസ് ഫോർ വരുന്ന സെൻറ്റൻസുകൾ എന്തും എഴുതാമെന്ന് പറഞ്ഞു? ഹാഡ് ബീൻ പ്ലസ് ING എഴുതാം. കണ്ടീഷൻ എന്താ? അതിനകത്ത് പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ വരണം. ഓക്കെ, ഇനി എന്നാൽ സിൻസ് ഫോർ വരുന്ന സെൻറ്റൻസിൽ ലാസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ഉത്തരം എഴുതാം? ഹാസ് ബീൻ അല്ലെങ്കിൽ ഹൗ ബീൻ പ്ലസ് ING എഴുതാമെന്ന് പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ ടെൻസ്? ഇനി നമ്മൾ ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത്. പാസ്റ്റുമായി ബന്ധപ്പെടുത്തി PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലേക്കാണ് അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ.